നമസ്കാരം. ജനിച്ചാൽ ഒരിക്കൽ മരണം ഉറപ്പ് തന്നെയാണ്. എന്നാൽ മരണശേഷം എന്ത് സംഭവിക്കും എന്ന് ഇന്നും വ്യക്തമല്ല. ഗരുഡപുരാണത്തിൽ മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും ഗരുഡപുരാണത്തിൽ വ്യക്തമാക്കുന്നത് പോലെ മറ്റൊരു പുരാണവും വിവരിക്കുന്നില്ല. ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാകുന്നു. അതുവരെ പുനർജനിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ പുനർജന്മം സ്വർഗത്തിൽ നിന്നുമോ അല്ലെങ്കിൽ നരകത്തിൽ നിന്നുമോ ആകാം. ഇതേക്കുറിച്ച് ചില സൂചനകൾ ലഭിക്കുന്നതാണ്. അതായത് ഒരു വ്യക്തി സ്വർഗത്തിൽ നിന്നും പുനർജനിച്ചതാണ് എങ്കിൽ പ്രകടമാകുന്നതായ ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ ലക്ഷണം ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. ഏവരും ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം ആരോഗ്യം തന്നെയാകുന്നു. പൊതുവെ നല്ല ആരോഗ്യം ഉണ്ട് എങ്കിൽ ആ വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ പല അസുഖങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി തന്നെ അവർ മുന്നോട്ട് പോകുന്നവർ തന്നെയാകുന്നു. അതിനാൽ ആരോഗ്യം ഒരു വ്യക്തിക്ക് ഏറ്റവും അനിവാര്യമായ ഒന്ന് തന്നെയാകുന്നു. എന്നാൽ ആരോഗ്യമുള്ള വ്യക്തികളായിരിക്കും സ്വർഗത്തിൽ നിന്നും പുനർജനിച്ച വ്യക്തികൾ. പൊതുവെ ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് കൂടുതലായിരിക്കും എന്നാണ് പറയുക. മറ്റൊന്ന് ആഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. സ്വർഗത്തിൽ നിന്നും പുനർജനിച്ചതായ ഒരു വ്യക്തിയാണ് എങ്കിൽ അവർക്ക് അല്പം ആഹാരം കഴിച്ചാൽ പോലും അവരുടെ വയറ് പെട്ടെന്ന് നിറയുന്നു എന്നതാണ് വാസ്തവം. വിഭവ സമൃദ്ധമായ ആഹാരത്തെക്കാളും ലളിതമായ ആഹാരം കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായി ഇവർ മാറും. അല്ലെങ്കിൽ അത്തരം വ്യക്തികളായിരിക്കും ഇവർ. എത്ര ഇഷ്ടപ്പെട്ട ആഹാരമാണ് എങ്കിൽ പോലും ഇവർക്ക് അല്പം കഴിക്കുമ്പോഴേക്കും ആ ആഹാരം മതിയാകുന്നതാണ്. അല്ലെങ്കിൽ അല്പം മാത്രം കഴിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഒരു വ്യക്തിക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല. പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഇവർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നവരാകുന്നു. ഒന്നും പറയാതെ തന്നെ ഒറ്റൊരു നോട്ടത്തിൽ തന്നെ ഇവർക്ക് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അവരുടെ ആ വിഷമതകൾ മനസ്സിലാക്കുകയും കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ് ഇവർ, അഥവാ അവരെ സഹായിക്കുന്നവർ കൂടിയാണ് ഇത്. മറ്റൊരു കാര്യം പരാമർശിക്കാനുള്ളത്, അത് പക്ഷിയാണ് എങ്കിലും മൃഗമാണ് എങ്കിലും മനുഷ്യനാണ് എങ്കിലും ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. മറ്റൊന്ന് തേജസ് ആകുന്നു. ചില വ്യക്തികൾക്ക് വളരെയധികം തേജസ് ഉള്ളവരായിരിക്കും. പലർക്കും അത് അത്ഭുതമായി തോന്നുന്നതുമാണ്. ഒന്നും ചെയ്യാതെ തന്നെ ആരെയും പെട്ടെന്ന് ഇവർക്ക് ആകർഷിക്കുവാൻ അല്ലെങ്കിൽ ഇവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ ഒരു തേജസ് എപ്പോഴും ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അതായത് മറ്റുള്ളവർ പോലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പരാമർശിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. നിങ്ങൾ സ്വർഗത്തിൽ നിന്നും പുനർജനിച്ചതിന്റെ ഒരു സൂചനയായും ഇത്തരം കാര്യങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. മറ്റൊന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ടാണ്. കുട്ടികൾ ഈശ്വരന് തുല്യം തന്നെയാകുന്നു. അതിനാൽ അവർക്ക് ഏറെ പ്രിയപ്പെട്ടവരാകുക എന്നത് പ്രയാസമേറിയ കാര്യം തന്നെയാണ്. എത്ര കുഞ്ഞു കുട്ടിയാണ് എങ്കിലും ഇവരുടെ കൈകളിൽ എത്തിയാൽ പെട്ടെന്ന് തന്നെ ശാന്തരാകും, അഥവാ വളരെയധികം ആ കുട്ടികൾ സന്തോഷിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവർ ഉറങ്ങും എന്നതും വാസ്തവമായ കാര്യമാകുന്നു. കുട്ടികൾക്ക് ഇവരോടൊപ്പം കളിക്കുവാൻ പ്രത്യേകമായ ഒരു ഇഷ്ടം ഉണ്ടായി എന്ന് വരാം. കുട്ടികളുടെ മനസ്സറിഞ്ഞു തന്നെ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. അതിനാൽ കുട്ടികൾക്ക് ഇവരോട് പ്രത്യേകമായ അടുപ്പവും സ്നേഹവും ഉണ്ടായിരിക്കും എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ജനിക്കുമ്പോൾ തന്നെ പലർക്കും
പലവിധ പാടുകൾ ശരീരത്തിൽ ഉണ്ടായി എന്ന് വരാം. ഇത് മുൻജന്മത്തെ സൂചിപ്പിക്കുന്നതാകും. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മുൻജന്മത്തെ സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ പ്രകടമാകുന്നില്ല എന്നതാണ് വാസ്തവം. ജനിക്കുമ്പോൾ പ്രത്യേകിച്ച് പാടുകൾ ശരീരത്തിൽ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. ഇതും സ്വർഗത്തിൽ നിന്നും ഒരു വ്യക്തി പുനർജനിച്ചതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് ഭാഗ്യമാണ്. ഭാഗ്യം ഒപ്പം നിൽക്കുക എന്നത് പ്രയാസമേറിയ കാര്യം തന്നെയാകുന്നു. അഥവാ എപ്പോഴും ഭാഗ്യം ഒരു വ്യക്തിയെ തുണയ്ക്കണം എന്നില്ല. എന്നാൽ ഈ വ്യക്തികൾക്ക് നേരെ മറിച്ചായിരിക്കും കാര്യങ്ങൾ. ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. എത്ര തന്നെ മറ്റുള്ളവർ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും ഇവർ അവസാന നിമിഷം രക്ഷപ്പെടുന്ന വ്യക്തികളാകുന്നു. അതിനാൽ മറ്റുള്ളവരുടെ ചതി പോലും തിരിച്ചറിയുവാനും ഭാഗ്യത്താൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി മുൻകൂട്ടി പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് എന്നതാണ് വാസ്തവം. മറ്റൊന്ന് സൽക്കർമ്മങ്ങളാകുന്നു. ദാനധർമ്മങ്ങൾ, ക്ഷേത്രദർശനം എന്നിവയിൽ അതീവ തൽപരരായ വ്യക്തികളായിരിക്കും ഇവർ. മറ്റുള്ളവരെ സഹായിക്കണം, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്തുക, അഥവാ അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ സമയം കണ്ടെത്തുക എന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. അത് സ്വർഗത്തിൽ നിന്നും പുനർജനിച്ച വ്യക്തികളുടെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊന്ന് ബുദ്ധി കൂർമ്മതയാണ്. ഏതൊരു പ്രശ്നം ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ് എങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പലപ്പോഴും പലർക്കും സാധിക്കണം എന്നില്ല. പലരും ആ പ്രശ്നങ്ങൾക്ക് മുൻപിൽ അന്താളിച്ച് നിൽക്കുന്നവരാകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ അവർ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവരായി മാറും. എന്നാൽ ഇവർ തീർത്തും വ്യത്യസ്തരാകുന്നു. കാരണം ബുദ്ധി കൂർമ്മത ഉള്ളതിനാൽ തന്നെ ഏതൊരു പ്രശ്നം ജീവിതത്തിൽ വന്നാലും അതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ചില തിരിച്ചടികൾ സംഭവിക്കും എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക്, അതായത് ഏതൊരു പ്രശ്നമാണ് എങ്കിലും ആ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ലക്ഷണം തന്നെയാണ് ഇത്. മറ്റൊന്ന് മുടിയുമായി ബന്ധപ്പെട്ടാണ്. മുടിയുടെ സൗന്ദര്യം ഏവർക്കും ആഗ്രഹിക്കുന്നതായ, അല്ലെങ്കിൽ പലരും ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ അപേക്ഷിച്ച് അവരെക്കാൾ കനമേറിയതും ഏറ്റവും ഭംഗിയുള്ളതും മറ്റുള്ളവർക്ക് വളരെയധികം ആകർഷണം തോന്നും വിധം മുടി ഉള്ളവരാണ് എങ്കിൽ, അഥവാ മറ്റുള്ളവർക്ക് പോലും അത്ഭുതം ജനിപ്പിക്കും വിധം മുടിക്ക് സൗന്ദര്യമുണ്ട് എങ്കിൽ അത് സ്വർഗത്തിൽ നിന്നും ജനിച്ച വ്യക്തികളുടെ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും പ്രകടമാവുകയാണ് എങ്കിൽ, അഥവാ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ പ്രകടമാകുന്നു എങ്കിൽ അത് സ്വർഗത്തിൽ നിന്നും ജനിച്ച വ്യക്തികളുടെ സൂചനയാണ് എന്ന് മനസ്സിലാക്കുക.